ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു നൈസ് ടു മീറ്റ് യുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഡിഷ് ചക്കപ്പുഴുക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചക്കയുടെ ചുളയൊക്കെ കളഞ്ഞ് ചക്ക കുരുകുരുന്ന് അരിഞ്ഞ് ആവശ്യത്തിന് വലിപ്പമനുസരിച്ച് അരിഞ്ഞ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, വിസിലടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തേങ്ങ, ആവശ്യത്തിന് തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരണം. അപ്പോൾ വൺ ബൈ ആയിട്ട് പറയാം. ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞ് ജാറെടുത്തു. കുഞ്ഞ് ജാറിൽ ജീരകം ഇട്ടു, അതായത് നല്ല ജീരകം ഇട്ടു. പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി കഷ്ണം, അതായത് ചെറിയൊരു കുഞ്ഞ് ഇഞ്ചി കഷ്ണം ഇട്ടു. അതിനുശേഷം നമ്മുടെ ചുവന്നുള്ളി ഇട്ടു. നിങ്ങൾക്ക് ആവശ്യത്തിന് ചുവന്നുള്ളി ഇടാം കേട്ടോ, ഓപ്ഷൻ. ഓക്കെ. പിന്നെ വെളുത്തുള്ളി, ആവശ്യത്തിന് തേങ്ങ. വെളുത്തുള്ളി കുറച്ച് ചേർക്കാവൂ, അതിൻ്റെ പൊള്ളൽ വരാതെ നിങ്ങൾ കുറച്ച് ചേർക്കാവൂ കേട്ടോ. ഓക്കെ. വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഇതിന് മുമ്പ് നിൽക്കും. പിന്നെ വേണമെങ്കിൽ പച്ചമുളക് ഈ ടൈമിൽ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഞാൻ വേപ്പില ചേർത്തിട്ടുണ്ട്, വേപ്പില ചേർക്കാണ്. ഓക്കെ. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിത് അരയ്ക്കണ കൂട്ടത്തിൽ പച്ചമുളക് നമുക്ക് അരയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജാറിൽ മിക്സിയിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ക്രഷൊക്കെ ചെയ്ത് നമ്മുടെ ചെറിയ പേടിയുണ്ട് കേട്ടോ, മിക്സിയാണ് കറണ്ടിയിലൊക്കെ അല്ലേ. അപ്പോൾ ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടണ ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ വൺ ആയിട്ട് പറയാം. പിന്നെ വേണ്ടത്, ഞാൻ കുറച്ച് വറ്റൽമുളക് ചതച്ചിട്ടുണ്ട്. വറ്റൽമുളക് അഥവാ പിരിയൻ മുളക് എന്നൊക്കെ പറയും. പിന്നെ ഇഞ്ചി അല്ലെങ്കിൽ വെളുത്തുള്ളി കുറച്ചും കൂടി ഞാൻ ചതച്ചെടുത്തു. പിന്നെ നമ്മുടെ ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി എന്ത് ചെയ്യണം, വൺ ആയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ചക്കത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിലിട്ട് വേവിച്ച ചക്കത വെള്ളമൊഴിച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിന് പെട്ടെന്ന് ഞാൻ മറന്നു പോയിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ചീഞ്ചട്ടി ഇപ്പോൾ അടുപ്പത്ത് വെക്കാൻ വരട്ടെ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്, നിങ്ങളത് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ജാറിൽ, അതായത് ചക്കത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സി ജാറിൽ അരച്ച് വെച്ച തേങ്ങക്കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ കുക്കറിലേക്ക് വേണം ഇടാനായിട്ട്. അതായത് ചക്ക ഇതിലേക്ക് വേണം നമ്മൾ ഇടാനായിട്ട്. നന്നായിട്ട് ഇടണം, ആവശ്യത്തിന് ഇടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇതിൽ ഉപ്പിട്ട് വേവിച്ച ചക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇതിലിടാനായിട്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാനും നോക്കാം. പിന്നെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാ സ്ഥലത്തും ആവണം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എത്രത്തോളം സ്റ്റിക്ക് ചെയ്യുക, അതായത് കുറച്ചും കൂടി കുഴന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ കുഴ വേണ്ട, സെപ്പറേറ്റ് ആയിട്ട് ചക്ക കഷ്ണങ്ങൾ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനി 2-3 മിനിറ്റ് ഈ തേങ്ങ നന്നായിട്ട് വെന്ത് വരണം. അങ്ങനെ അത് നമ്മൾ മൂടി വെച്ചിട്ട് അതെടുത്ത് വീണ്ടും നമ്മളിത് നന്നായിട്ട് ഇളക്കണം. കുഴ വരണം. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുഴ വന്നിട്ടുണ്ട്, മനസ്സിലായില്ല, സ്റ്റിക്കി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചീഞ്ചട്ടിയാണ്. ചീഞ്ചട്ടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചൂടാക്കണം. എനിക്ക് താമസം വന്നിട്ടുണ്ട്, എഡിറ്റിങ്ങും ഇതൊക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് ഇച്ചിരി താമസം വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കടുക് കുട്ടന്മാരിടണം. അതിന് മുമ്പ് ഞാൻ വേപ്പിലിട്ട് പോയി. വേപ്പിലും കടുക് കുട്ടന്മാരിടാം, കടുകിടണം. നമുക്ക് ആവശ്യത്തിനുള്ള കടുകിടണം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ചുവന്നുള്ളിയാണ് കേട്ടോ, ചുവന്നുള്ളി ഇടാണ്. ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. ചുവന്നുള്ളിയും നമ്മുടെ ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ എണ്ണയിൽ കിടന്ന് ഇനി മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എന്തോരം കുറച്ചും കൂടി മൂത്ത നല്ലതാണ്. ഒക്കെ നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വരുന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് വേണ്ട ചേരുവകളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ
1 2 3 എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് വരാം. ഒക്കെ നന്നായിട്ട് ഇത് മൂത്ത് വരട്ടെ. താമസമുണ്ട് ഈ വിഭവം ഉണ്ടാക്കാനായിട്ട്, താമസമുണ്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് താമസമുണ്ട്. ഇതിലേക്ക് നമ്മളിതാ കുറച്ച് എണ്ണ കണ്ട അതുപോലെ തെളിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ആ എണ്ണയിലേക്കാണ് നമ്മുടെ ഈ വറ്റൽമുളക് അഥവാ പിരിയമുളക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ മണവും ഫ്ലേവറും ഒക്കെ പുറത്തേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഉണ്ട്. ഈ സമയത്ത് വേണം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടാനായിട്ട്. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് ഈ സമയത്ത് വേണം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാനായിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എരിവ് വേണമെങ്കിൽ ഒന്നുകിൽ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാദാ മുളക് പൊടി ഇവിടെ ആഡ് ചെയ്യാം. ഞാനിവിടെ സാദാ മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഒരു ചുവന്നുള്ളി ചതയാണ്ട് കിടപ്പുണ്ട്, അതാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത്. ഇതിലേക്കാണ് നമ്മുടെ ചക്കപ്പുഴുക്ക്, അല്ലാതെ ചക്ക ഉണ്ടല്ലോ, നമ്മൾ വേവിച്ച് വെച്ച ചക്കയും തേങ്ങയൊക്കെ കൂട്ടിയ റെസിപ്പി അതുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ പെട്ടെന്നായിട്ട് ഇത് ഇളക്കാനായിട്ടുള്ളൊരു എന്താ പറയുക, ഇളക്കാനായിട്ട് എളുപ്പം കൊണ്ട് ഞാനിത് നമ്മുടെ ചീഞ്ചട്ടിയിൽ നിന്ന് മാറ്റി നമ്മുടെ കുക്കറിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കട്ടെ. അപ്പം നമുക്കിതിൽ വേണമെങ്കിൽ ഒരുപാട് സ്റ്റിക്ക് വേണമെങ്കിൽ അങ്ങനെ കുഴ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ണങ്ങളായിട്ട് മാത്രം ഒട്ടി കിടക്കേണ്ട, കഷ്ണങ്ങളായിട്ട് ഒട്ടി കിടക്കേണ്ട, ഒരു ചക്ക മറ്റൊരു ചക്കേനെ പിടിക്കണ മാതിരി ഒട്ടി പിടിക്കണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് നല്ലോണം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വിഭവം എന്ന് പറയുന്നത്. ഇതാണ് ചക്കപ്പുഴുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കേ, റെസിപ്പി ഇവിടെ റെഡിയായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് റെസിപ്പി. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ, എങ്ങനെയുണ്ടെന്ന് അറിയണോ? ഹായ് എല്ലാവർക്കും നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ചക്ക കൊണ്ടുള്ള റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്, കണ്ടോ, ഇതാണ് നമ്മുടെ ചക്ക റെസിപ്പി. നല്ലോണം കടുകും മുളകൊക്കെ മൂപ്പിച്ചെടുത്ത് നമ്മുടെ ചക്ക റെസിപ്പി. ഓക്കെ, തേങ്ങയിലാണ് കേട്ടോ ചക്ക ചെയ്തത്. അപ്പോൾ എല്ലാവരും കണ്ടു, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് കാണിച്ചു തരാം. ഇച്ചിരി സ്റ്റിക്കിയാണ്, അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിക്കായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കഴിക്കാം, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കുക. കുറച്ചുകൂടി ഉടയ്ക്കണമെങ്കിൽ ഉടയ്ക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പം നമ്മുടെ ചക്കയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയാമല്ലോ, കുറച്ച് മുളക് യൂസ് ചെയ്തെങ്കിൽ പോലും നന്നായിട്ട് എരിവുണ്ട് കേട്ടോ. അപ്പോൾ എരിവുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറാണ്, അതിൻ്റെ ഒരു രുചിയാണ്. അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ ചക്ക റെസിപ്പി ഇഷ്ടമായി. നമ്മൾ ഇച്ചിരിയും കൂടി നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാനാണ്, നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ മേളിക്കോടെ ഓപ്ഷനിലാണ്, ഞാൻ പറഞ്ഞെന്നുള്ളൂ. എരിവൊക്കെ ഒന്ന് എന്താ പറയുക, ഒരു ഇതാക്കി ചെയ്യാനായിട്ട്, ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് നമുക്ക് എരിവ് ഇച്ചിരി കൂടി പോയിട്ടാ. എരിവെന്ന് പറയുമ്പോൾ എനിക്ക് എരിവ് പിടിക്കില്ല കേസ്, അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. ഇത് നമ്മുടെ മീൻ കറിയുടെ കൂടെ, ഇറച്ചിക്കറിയുടെ കൂടെ, ചോറിൻ്റെ സൈഡിലോ ഒക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാം, വെറുതെ തിന്നാം. നമ്മുടെ ഡിഷ് ചമ്മന്തിയുടെ കൂടെ ആയാലും, നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ആയാലും നമുക്ക് ഈ റെസിപ്പി കഴിക്കാം. വെറുതെ ആയാലും കഴിക്കാം. ഞാനിപ്പോൾ വെറുതെയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്
എൻ്റെ അയൽവക്കത്തു നിന്ന് കിട്ടിയൊരു റെസിപ്പിയാണിത്. അത് എൻ്റെ വീട്ടിൽ ഇതുവരെയായിട്ട് ആരും ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടില്ല. വീട്ടിൽ എല്ലാവരും യൂസ് ചെയ്യണത് വെറുതെ ഒന്ന് മുളക് ചാലിച്ചിട്ട് വെറുതെ ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചിട്ട് വെറുതെ അങ്ങനെ ചാലിച്ചെടുക്കണ റെസിപ്പി, ചക്ക വേവിച്ചിട്ട് അങ്ങനെ ഒരു റെസിപ്പി ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ അയൽവക്കത്തു നിന്ന് ഞാൻ അടിച്ചു മാറ്റിയ റെസിപ്പിയാണ്. അവിടുത്തെ അമ്മ ഉണ്ടാക്കി തരാറുള്ളതാണ് ചെറുപ്പത്തിൽ, ചെറിയ കാലഘട്ടത്തിൽ. അപ്പോൾ അത് ഓർത്തെടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് പരീക്ഷിക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കിത് കപ്പയിലും ചെയ്യാം. കപ്പയിലെ കൊള്ളി കപ്പയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും, ചക്ക വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അണ്ടർ ദൻ ഗുഡ് ബൈ. സൗമ്യയാണ്. സൗമ്യ പോയിട്ട് വരാം. ടാറ്റാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ബൈ.